ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന തിങ്സ് ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഇഡ്ഡലി മാവ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും. അത് ഉടനെ അന്ന് രാവിലെ അരച്ച മാവ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസമായ ഇഡ്ഡലി മാവ്, ഒരല്പം പുളിപ്പ് വേണം, എന്നാലേ ബോണ്ട നന്നായിട്ട് വരത്തുള്ളൂ. 1 കപ്പ് ഇഡ്ഡലി മാവിൻ്റെ കൂടെ 1 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, സവാള പൊടിയായിട്ട് അരിഞ്ഞത്. വലിയ സവാള ആണെങ്കിൽ പാതി സവാള മതി, ചെറുതാണെങ്കിൽ ഒരു ഫുള്ള് സവാള. ഇത് ഇത്രയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും, ഒരു നുള്ള് ഹിഞ്ച് കായപ്പൊടിയും, ഒരു 2 ടേബിൾ സ്പൂണ് റവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഇഡ്ഡലി മാവിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തായിരിക്കും അരച്ച് വയ്ക്കുക. അപ്പോൾ ഉപ്പ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ കട്ടിയായി തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി വയ്ക്കുക. വെള്ളം ഒരുപാടായി പോകാതെ ശ്രദ്ധിക്കുക. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഹീറ്റിൽ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ബാറ്റർ അല്പമായിട്ട് കോരി ഒഴിച്ച് എടുക്കുക. ബാറ്റർ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അത് തനിയെ എണ്ണയുടെ മുകളിലോട്ട് ഉയർന്നു വരും. 2 വശവും നന്നായിട്ട് മറിച്ച് എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മുടെ ബോണ്ട റെഡിയായി. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ, എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബോണ്ട റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.